പൂർവികമായ സഭ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സഭകളുടെ മാതാവാണ് സുറിയാനി സഭ. ഏറ്റവും പുരാതനമായ വിശ്വാസമുള്ള സഭയാണ്. മനുഷ്യരുടെ വെട്ടത്തിൽ ഇപ്പോ ഈ കത്തോലിക്കരുടെ പ്രാർത്ഥനകളാണ് നല്ലത് എന്ന് തോന്നുകയാണ് ചിലർക്ക്. ആ ഒരു സ്റ്റൈലും ആ ഒരു എടുപ്പും നമുക്കങ്ങ് തോന്നുകയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, എന്താ ഇതുണ്ടോ, ഇതൊരു അടിപൊളി സംഭവമാണ്. ഇത് യാക്കോബക്കാരുടെ ഒരു പള്ളിയാണ്. യാക്കോബക്കാരുടെ പള്ളിയിൽ കൈമുത്ത് നടത്തുകയാണ്. കത്തോലിക്കരുടെ ലിറ്റർജിക്കൽ സോങ് ഒന്നുമല്ല, കത്തോലിക്കർ എഴുതിയൊരു പാട്ട്. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ നനയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ മറയ്ക്കേണമേ. കേൾക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഈ തിരുഹൃദയവും ഈ തിരുമുറിവും അതിലെ മറവലും അതിലെ കഴുകലും ഇതൊക്കെയാണോ യാക്കോബക്കാരെ പാടേണ്ടത്? ഈസ്റ്ററിന്റെ ദിവസം ഒരു കൈമുത്ത് പാട്ട് പാടാൻ യാക്കോബക്കാരന്റെ ലിറ്റർജിയിൽ ഇല്ലേ? ഇത്രയും വലിയ ഇല്ലത്തൊരു മത്തിത്തല എടുക്കാനില്ലേ? എന്തു മനോഹരമായ ലിറ്റർജി, എത്ര ആഴമായ ലിറ്റർജി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കഴിഞ്ഞ വർഷം ഇവിടെ അമേരിക്കയില് കത്തോലിക്കരുടെ ഒരു വലിയ കുർബാന നടന്നു. വലിയ കുർബാന നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. എന്തോരു, അതായത് ആ കുർബാനയിൽ 75,000 പേര് പങ്കെടുത്തു. ഒറ്റ കുർബാന. 75,000 പീപ്പിൾ അറ്റൻഡഡ്. ഒരു വലിയ സ്റ്റേഡിയം നിറച്ച ആളുകൾ നിന്നിട്ട് ഞാനത് എനിക്ക് നേരിട്ട് പോകാൻ സാധിച്ചില്ല, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നത്, കാരണം അത്ര വലിയൊരു സംഭവം. അപ്പൊ ഞാനത് ലൈവായിട്ട് ഓൺലൈനിൽ കണ്ടു. അയ്യോ, നമ്മൾ കാണണം കേട്ടോ ആ കുർബാന. ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ എത്ര മനോഹരമായിട്ട്. അപ്പൊ അവര് കുർബാനയില്ല. അപ്പം എല്ലാ കത്തോലിക്കയിലെ പല വിഭാഗങ്ങളെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് അവര് ചൊല്ലുന്നത്. ഇംഗ്ലീഷിലാണ്. സായിപ്പുമാര് ഇവിടുത്തുകാരാണ് കൂടുതൽ കേട്ടോ. മലയാളികളുണ്ട് വളരെ വിരളമായിട്ട്. അപ്പൊ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് അതിനകത്തൊരു റെപ്രസെന്റേഷൻ കിട്ടി. സീറോ മലബാർ സഭയ്ക്ക് ഒരു ഗീതം ആലപിക്കാൻ ഉള്ള അവസരം. അപ്പൊ സീറോ മലബാർ സഭ ഓരോ സഭകളോട് പാടുന്നുണ്ട്. അപ്പൊ സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ട് അവര് പാടുന്ന എന്താണെന്ന് കേൾക്കാൻ ഞാൻ കാതോർത്തിരുന്നു. ഈ യാക്കോബക്കാരൊക്കെ എന്നെ ഒന്ന് കേട്ടോണ് ശ്രദ്ധിച്ച്. അപ്പൊ ഞാൻ ഓർത്തു, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ ഒന്നൊതുക്കേണമേ. അതല്ല പാടി. ഇവരേത് പാട്ടായിരിക്കും പാടുന്നത്? ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. നമ്മുടെ ഓട്ടോക്കാരൻ ശശിയെ പോലെ ഒന്ന് വിളിച്ചാൽ മതി, ഓടി നമ്മുടെ അടുത്ത് വരും. ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും, ഒന്ന് കരഞ്ഞാൽ അവൻ എന്റെ മിഴി തുടയ്ക്കും. ഇതാണോ പാടുന്നേ? ഏത് പാട്ടാണ് സീറോ മലബാറുകാർ ആ മഹാസമ്മേളനത്തെ പാടിയെന്നറിയോ? ലോകവേദികളിൽ, അന്താരാഷ്ട്ര വേദികളിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പാട്ട് ഈ സീറോക്കാരുടെ ലിറ്റർജിയിൽ ഇല്ല. അവരെന്ത് ചെയ്തു? അവര് പുത്തൂറോ യാക്കോബക്കാരുടെ പുരാതന ലിറ്റർജിയിൽ നിന്ന് ഒരു പാട്ടെടുത്ത് ഒരലക്കം കലക്കി അവര് ഈ അമേരിക്കയിലെ മഹാസമ്മേളനത്തിൽ അവര് പാടിയതാണ്. അഗ്നിമയന്മാരാരെ നോക്കിൽ. ആ പാട്ടാണ്.
അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടും, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണും. അത് കേൾക്കണ. അവരാ നോട്ട്സ് എല്ലാം എഴുതി കൊടുത്തു. സായിപ്പന്മാരുടെ ഓർക്കസ്ട്ര, അവരുടെ ബാൻഡ് അതങ്ങ് വായിച്ചു, മുഴുവൻ നോട്ട്സ് എഴുതി കൊടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട്. യാക്കോയക്കാരൻ അതുപോലെ പാടത്തില്ല കേട്ടോ, നന്നായി യാക്കോയക്കാരൻ പാടാത്തെ. നീ ഇതൊക്കെ പാടിക്കൊണ്ട് നടന്നാൽ മതി. എടാ, അഗ്നിമയന്മാരെന്നുള്ള പാട്ട് എങ്ങനെ പാടണം എന്ന് പറഞ്ഞാൽ നീ ആ വീഡിയോ വെച്ചിട്ട് കേക്ക്. അതിനകത്ത് സായിപ്പുമാരെ നോട്ട്സ് കറക്റ്റ് പ്ലേ ചെയ്തിട്ട് അവരെല്ലാം കൂടെ അങ്ങോട്ട് പാടുന്നുണ്ട്. ലിറ്ററലി ആ ഒറ്റ പാട്ട് ആ ഓഡിയൻസിനെ മുഴുവൻ എടുത്തു. അവർ ചോദിച്ചു, ഇത് എവിടെ നിന്ന്, ഇതേതാണ് ലിറ്ററലി. അത് കഴിഞ്ഞുള്ള ഫോറൻ ഡിസ്കഷനിലൊക്കെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അത് ആ പീസ് ഓഫ് ലിറ്റർജിയാണ് എല്ലാവർക്കും അറിയേണ്ടത്. എവിടുന്നാണ്. അപ്പം ഡിസ്കഷനിൽ പങ്കെടുത്ത കത്തോലിക്കരൊക്കെ ഇതൊക്കെ സിറിയക്ക് ട്രഡീഷനാണ് മറ്റാന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. അപ്പൊ ആ ട്രഡീഷൻ സ്വന്തമായിട്ടുള്ളവര് ഈ പുരാതന സഭയുടെ നിക്ഷേപങ്ങളാണ്. ഇന്നലെ എന്നോടൊരു അച്ഛൻ വന്ന് സംസാരിച്ചു. അച്ഛൻ വന്ന് കുറെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛനൊരു കാര്യം അറിയാവോ, അന്ത്യോക്യായുടെ പാത്രിയർക്കീസ് സേവേറിയോസ് പാത്രിയർക്കീസ് സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയ ലെറ്റേഴ്സ്, ഒത്തിരി ലെറ്റേഴ്സ് നഷ്ടപ്പെട്ടു. അദ്ദേഹം കത്തെഴുത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുഖ്യ പരിപാടി. 3284 കത്തുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് സേവേറിയോസിന്റെ 3284 കത്തുകൾ. ഇറ്റ് ഈസ് സ്റ്റിൽ അവൈലബിൾ ഇൻ എ ബുക്ക്, ഇൻ എ ഫോം ഓഫ് എ ബുക്ക്. നീ എത്ര കത്ത് വായിച്ചിട്ടുണ്ട്? നമ്മൾ കൃപാസനം ജോസഫ് അച്ഛന്റെ ഉടമ്പടിയാ വായിക്കുന്നത്. ലോകം ഇതിന്റെ മൂല്യത്തെ തിരിച്ചറിയുകയാണ്. ലോകം ഇതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്താരാഷ്ട്ര വേദികള് ഇത് അവതരിപ്പിച്ചാൽ അവർ അത്ഭുത സ്തബ്ധരാകുകയാണ്. കാരണം ഇത് ലൈഫ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണ്. സുറിയാനി സഭയുടെ ഒരു ലിറ്റർജി നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് കൃത്യമായ മീറ്ററിൽ അത് ഉച്ചരിച്ചാൽ അത് ക്രമീകരിച്ച പിതാക്കന്മാരുടെ ആത്മാവാണ് അവിടെ സ്പന്ദിക്കുന്നത്. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടോ? ഈ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ അടിച്ചിട്ട് ആ സെയിം ഫ്രീക്വൻസിയിലുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇപ്പുറം ചുമ്മാ പിടിച്ചാൽ മതി. ആ ചുമ്മാ നിൽക്കുന്ന ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ഈ സ്കൂളിലൊക്കെ ഈ ഊർജയന്ത്രത്തിന്റെ പരീക്ഷണശാലയിലൊക്കെ പോയിട്ടുള്ള, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ പിടിക്കും, ഇപ്പുറത്തൊരെണ്ണം പിടിക്കും, തിങ്ങന്നടിക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ. അതുകൊണ്ടാണ് ഈ നിറങ്ങളും ഈണങ്ങളും ഒക്കെ കറക്റ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് ചൊല്ലണം. ചുമ്മാ മണമണ. ഇപ്പൊ ഞാൻ പാടുന്ന പോലെ പാടിയിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് ഇത് പാടുമ്പം തലമുറകളെ അത് ത്രസിപ്പിക്കും, യുഗങ്ങളിൽ അത് പ്രതിധ്വനിക്കും, നൂറ്റാണ്ടുകൾക്കും അപ്പുറത്തേക്ക് പിതാക്കന്മാരുടെ ആത്മാക്കളെ അത് ത്രസിപ്പിക്കും. ആ ആത്മാക്കളുടെ ഊർജ ചൈതന്യം മുഴുവൻ ആ ആരാധനയിൽ സന്നിഹിതം. അതിന് വേറെ ബന്ധക്കോസയുടെ കലവില കക്കര കരകര കുട. കാരണം നീ ആദ്യം ലിറ്റർജി കൃത്യമായിട്ടൊന്ന് ആലപിക്ക്. ഇതിനേക്കാൾ വലിയ ശക്തി സൗന്ദര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വലിയ ചൈതന്യം നിങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടും. അത് നിങ്ങൾക്ക് ഈ അമേരിക്കയിലെ കുർബാന കാണാം. അതങ്ങോട്ട് വായിക്കുമ്പോഴേക്കും എന്തോ ഒരു ആത്മസാന്നിധ്യം അവിടെ ഉണ്ടാകുന്നറിയോ. അത് നീ മറ്റേ കുക്കുടു പെന്തക്കോസ് പാട്ട് പാടിയൊന്നും കിട്ടത്തില്ല. അതിനേക്കാൾ വീര്യമുള്ളത്, മേത്തരമായത്. മോഹൻലാൽ ചോദിക്കുന്നല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് ഡിങ് ഡിങ് ഡിങ്. നീ എന്തിനാണ് ഇത്രയും വലിയ ലിറ്റർജി? ഞാനതാ പറഞ്ഞു, ഈ പറഞ്ഞ അങ്ങേ തിരുമുറിവുകളിൽ അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടും, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണും. അത് കേൾക്കണ. അവരാ നോട്ട്സ് എല്ലാം എഴുതി കൊടുത്തു. സായിപ്പന്മാരുടെ ഓർക്കസ്ട്ര, അവരുടെ ബാൻഡ് അതങ്ങ് വായിച്ചു, മുഴുവൻ നോട്ട്സ് എഴുതി കൊടുത്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട്. യാക്കോയക്കാരൻ അതുപോലെ പാടത്തില്ല കേട്ടോ, നന്നായി യാക്കോയക്കാരൻ പാടാത്തെ. നീ ഇതൊക്കെ പാടിക്കൊണ്ട് നടന്നാൽ മതി. എടാ, അഗ്നിമയന്മാരെന്നുള്ള പാട്ട് എങ്ങനെ പാടണം എന്ന് പറഞ്ഞാൽ നീ ആ വീഡിയോ വെച്ചിട്ട് കേക്ക്. അതിനകത്ത് സായിപ്പുമാരെ നോട്ട്സ് കറക്റ്റ് പ്ലേ ചെയ്തിട്ട് അവരെല്ലാം കൂടെ അങ്ങോട്ട് പാടുന്നുണ്ട്. ലിറ്ററലി ആ ഒറ്റ പാട്ട് ആ ഓഡിയൻസിനെ മുഴുവൻ എടുത്തു. അവർ ചോദിച്ചു, ഇത് എവിടെ നിന്ന്, ഇതേതാണ് ലിറ്ററലി. അത് കഴിഞ്ഞുള്ള ഫോറൻ ഡിസ്കഷനിലൊക്കെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അത് ആ പീസ് ഓഫ് ലിറ്റർജിയാണ് എല്ലാവർക്കും അറിയേണ്ടത്. എവിടുന്നാണ്. അപ്പം ഡിസ്കഷനിൽ പങ്കെടുത്ത കത്തോലിക്കരൊക്കെ ഇതൊക്കെ സിറിയക്ക് ട്രഡീഷനാണ് മറ്റാന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. അപ്പൊ ആ ട്രഡീഷൻ സ്വന്തമായിട്ടുള്ളവര് ഈ പുരാതന സഭയുടെ നിക്ഷേപങ്ങളാണ്. ഇന്നലെ എന്നോടൊരു അച്ഛൻ വന്ന് സംസാരിച്ചു. അച്ഛൻ വന്ന് കുറെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛനൊരു കാര്യം അറിയാവോ,
അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് സേവേറിയോസ് പാത്രിയർക്കീസ് സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയ ലെറ്റേഴ്സ്, ഒത്തിരി ലെറ്റേഴ്സ് നഷ്ടപ്പെട്ടു. അദ്ദേഹം കത്തെഴുത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുഖ്യ പരിപാടി. 3284 കത്തുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് സേവേറിയോസിന്റെ 3284 കത്തുകൾ. ഇറ്റ് ഈസ് സ്റ്റിൽ അവൈലബിൾ ഇൻ എ ബുക്ക്, ഇൻ എ ഫോം ഓഫ് എ ബുക്ക്. നീ എത്ര കത്ത് വായിച്ചിട്ടുണ്ട്? നമ്മൾ കൃപാസനം ജോസഫ് അച്ഛന്റെ ഉടമ്പടിയാ വായിക്കുന്നത്. ലോകം ഇതിന്റെ മൂല്യത്തെ തിരിച്ചറിയുകയാണ്. ലോകം ഇതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്താരാഷ്ട്ര വേദികള് ഇത് അവതരിപ്പിച്ചാൽ അവർ അത്ഭുത സ്തബ്ധരാകുകയാണ്. കാരണം ഇത് ലൈഫ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണ്. സുറിയാനി സഭയുടെ ഒരു ലിറ്റർജി നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് കൃത്യമായ മീറ്ററിൽ അത് ഉച്ചരിച്ചാൽ അത് ക്രമീകരിച്ച പിതാക്കന്മാരുടെ ആത്മാവാണ് അവിടെ സ്പന്ദിക്കുന്നത്. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടോ? ഈ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ അടിച്ചിട്ട് ആ സെയിം ഫ്രീക്വൻസിയിലുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇപ്പുറം ചുമ്മാ പിടിച്ചാൽ മതി. ആ ചുമ്മാ നിൽക്കുന്ന ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ഈ സ്കൂളിലൊക്കെ ഈ ഊർജയന്ത്രത്തിന്റെ പരീക്ഷണശാലയിലൊക്കെ പോയിട്ടുള്ള, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ പിടിക്കും, ഇപ്പുറത്തൊരെണ്ണം പിടിക്കും, തിങ്ങന്നടിക്കുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ. അതുകൊണ്ടാണ് ഈ നിറങ്ങളും ഈണങ്ങളും ഒക്കെ കറക്റ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് ചൊല്ലണം. ചുമ്മാ മണമണ ഇപ്പൊ ഞാൻ പാടുന്ന പോലെ പാടിയിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് ഇത് പാടുമ്പം തലമുറകളെ അത് ത്രസിപ്പിക്കും, യുഗങ്ങളിൽ അത് പ്രതിധ്വനിക്കും, നൂറ്റാണ്ടുകൾക്കും അപ്പുറത്തേക്ക് പിതാക്കന്മാരുടെ ആത്മാക്കളെ അത് ത്രസിപ്പിക്കും. ആ ആത്മാക്കളുടെ ഊർജ ചൈതന്യം മുഴുവൻ ആ ആരാധനയിൽ സന്നിഹിതം. അതിന് വരെ ബന്ധക്കോസയുടെ കലവില കക്കര കരകര കുട കാരണം നീ ആദ്യം ലിറ്റർജി കൃത്യമായിട്ടൊന്ന് ആലപിക്ക്. ഇതിനേക്കാൾ വലിയ ശക്തി സൗന്ദര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. വലിയ ചൈതന്യം നിങ്ങളുടെ ആരാധന